ഹലോ ഗൈസ്, നമുക്കിന്നൊരു നെയിം മീറ്റിംഗ് ചാലഞ്ച് ചെയ്താലോ? അപ്പോൾ പേരിൻ്റെ ആദ്യത്തെ ലെറ്റർ വരുന്നത് എസ് ആണ്. അതുകൊണ്ട് ഞാൻ സിപ്പിൽ തന്നെ തുടങ്ങി ഗൈസ്. എന്താണെന്നല്ല, സിപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് പിന്നെ സിപ്പ് വിട്ടിട്ട് കളിയില്ലാത്തതുകൊണ്ട് ഞാൻ സിപ്പ് തന്നെയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായത്. സിപ്പിനൊരു വല്ലാത്ത ടേസ്റ്റാണ് ഗൈസ്. നിങ്ങളും ഒന്ന് സിപ്പ് കഴിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ അടുത്ത ലെറ്റർ വരുന്നത് എച്ച് ആണ്. ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് ഹണി. അങ്ങനെ എച്ചിന് വേറെ ഒരു സാധനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഹണിയാണ് ഗൈസ് ചൂസ് ആക്കിയത്. ഞാനൊരു സിപ്പ് മാത്രമേ കേസ് എടുക്കുന്നില്ല. കൂടുതൽ കഴിച്ചാൽ എനിക്ക് നല്ല മത്ത് പിടിക്കും. അതുകൊണ്ട് ഞാനൊരു തുള്ളി എടുക്കും. പേരിൻ്റെ നടുക്കത്തെ ലെറ്റർ എ ആയതുകൊണ്ട് ഞാൻ ആപ്പി ഫിസ് ചൂസ് ചെയ്തു കൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആപ്പി ഫിസ് കുടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ തണുപ്പ് അലർജി ആയതുകൊണ്ട് അധികം ഞാൻ കുടിക്കുന്നില്ല കൈസ്. കാരണം എനിക്ക് ജലദോഷത്തിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട് കൈസ്. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് ഇപ്പോൾ എടുത്തതേ ഉള്ളൂ. ഇനി വരുന്ന ലെറ്ററാണ് കൈസ് എം. എമ്മിന് പിന്നെ നമുക്ക് മഞ്ച് വിട്ട് കളിക്കാൻ കഴിയില്ല കൈസ്. കാരണം മഞ്ച് നമ്മളെ ദേശീയ ചോക്ലേറ്റ് ആയതുകൊണ്ട് മഞ്ചിനെ ഞാൻ ചൂസ് ചെയ്തു ഗൈസ്. അതാകുമ്പോൾ നല്ല വിലക്കുറവാണല്ലോ. എന്താണെന്നറിയില്ല ഗൈസ്, ഇന്ന് മഞ്ചിന് കുറച്ചുകൂടി ടേസ്റ്റ് കൂടിയിട്ടുണ്ട്. കാരണം എൻ്റെ ഫസ്റ്റത്തെ നെയിം മീറ്റിംഗ് ചലഞ്ചാണ് കേട്ടോ. ഇനി വരാൻ പോകുന്ന ലെറ്ററാണ് ഗൈസ് എൻ. എന്നെ പിന്നെ നെഡ്സ് അല്ലാതെ വേറൊരു കാര്യം എൻ്റെ മൈൻഡിൽ പോയിട്ടുള്ള ഗൈസ്. കാരണം നെഡ്സ് ആകുമ്പോൾ ഇവിടെ എത്രയോ എടുക്കാനുണ്ട്. അങ്ങനെ ഞാൻ നെഡ്സ് കഴിച്ചു ഗൈസ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള റൈസിൻസ് ആയതുകൊണ്ട് ഞാൻ അത് മാത്രം കഴിച്ചു കേട്ടോ. ഇനി ഇതാ ഗൈസ് അവസാനത്തെ ലെറ്റർ എത്തി. നിങ്ങൾക്ക് എൻ്റെ പേര് ഗസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ അൽപ്പലീവ് മുട്ടായിയാണ് കേട്ടോ ഗൈസ് ചൂസാക്കി. അപ്പോൾ ഞാൻ ചൂസ് ചെയ്തത് ഷംന എന്നുള്ള പേരാണ് ഗൈസ്. അത് വേറെ ആരും അല്ല ഗൈസ്, ഞാൻ തന്നെയാണ്. ഫസ്റ്റത്തെ പേര് എൻ്റെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു.